നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വലിയൊരു കണ്ണീരിന്റെ കഥയാണ് ഇപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ കേരളത്തോട് പറയുന്നത്. CPM രാഷ്ട്രീയത്തിന്റെ നെടുത്തൂണായി നിന്നിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടി എത്ര ക്രൂരമായാണ് ആ കുടുംബത്തെ ഒഴിവാക്കിയത്. മരണശേഷം തന്നെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന വിലാപയാത്രയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെന്ന കോടിയേരിയുടെ അവസാന ആഗ്രഹം അതുപോലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം വെട്ടി. കടുത്ത മനോവേദനയിലാണ് വിനോദിനി ബാലകൃഷ്ണൻ. ഒടുവിലിത പച്ചക്കുതിര എന്ന മാസികയ്ക്ക് നൽകിയ സ്ഫോടനാത്മകമായ അഭിമുഖത്തിൽ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇത് പാർട്ടി അണികളെ കണ്ണീരിലാഴ്ത്തും. തന്റെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രങ്ങളിലേക്കും പ്രിയപ്പെട്ട അണികളുടെ അടുക്കലേക്കും എത്തിച്ചേരണമെന്ന കോടിയേരിയുടെ വലിയൊരു ആഗ്രഹം. എന്നാൽ അദ്ദേഹം മരിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരിയിലേക്കുള്ള വിലാപയാത്രയും AKG സെന്ററിലെ പൊതുദർശനവും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ ആസൂത്രിതമായി ഒഴിവാക്കി. കോടിയേരിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കാനിരുന്ന അഭൂതപൂർവമായ ആദരവ് തടയാനും വിലാപയാത്രയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനും ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു അട്ടിമറിയായിരുന്നു അവിടെ നടന്നത്. ഈ ചതി വിനോദിനി ബാലകൃഷ്ണനെ തളർത്തി. തൊട്ടുപിന്നാലെ അവർ വേദനയോടെ ചില പ്രതികരണങ്ങൾ നടത്തി. അതിനുള്ള മറുപടി അതിക്രൂരമായിരുന്നു. വിനോദിനി ബാലകൃഷ്ണനും കമലയും രണ്ടുപേരും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാർ. എന്നാൽ കമല 10 വർഷം മുഖ്യമന്ത്രിയുടെ ഭാര്യയായി ക്ലിഫ് ഹൗസിലൊക്കെ അങ്ങരങ്ങുവാണു. മറുവശത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ തീർത്തും ഒറ്റപ്പെട്ടു. പ്രത്യേകിച്ച് കോടിയേരിയുടെ മരണശേഷം പാർട്ടി പാരമ്പര്യം കൂടുതൽ അവകാശപ്പെടാൻ കഴിയുന്നത് വിനോദിനി ബാലകൃഷ്ണന്. മുൻ MLA ആയിരുന്ന MV രാജഗോപാലൻ മാസ്റ്ററുടെ മകളാണ് വിനോദിനി. കണ്ണൂരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു രാജഗോപാലൻ മാസ്റ്റർ. 5 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലൂടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി ഉയർന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാലഘട്ടം നിറയെ കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നെടുംതൂണുകളിൽ ഒരാളായി മാറി. വിദ്യാർത്ഥി സംഘടനയായ SFIയിൽ നിന്ന് പ്രവർത്തനമാരംഭിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച കണ്ണൂർ ജില്ലയിൽ പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിലും സംസ്ഥാനതല നേതൃത്വത്തിലേക്കുള്ള ഉയർച്ചയിലുമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന് പാർട്ടിയിൽ വലിയ സ്വാധീനം. കോടിയേരിയിലൂടെ പാർട്ടിയും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് കുടുംബവുമായി ദീർഘകാല ബന്ധമുള്ള വിനോദിനിയെ വിവാഹം കഴിച്ചതിലൂടെ കൂടുതൽ ദൃഢമാക്കി കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. കണ്ണൂർ ജില്ലയിൽ വർഷങ്ങളോളം പ്രധാന ശക്തി കേന്ദ്രമായി അദ്ദേഹം നിലകൊണ്ടു. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ മറുവശത്ത് സുരക്ഷാ കോട്ടയൊരുക്കി കാവൽ ഭടനായി നിന്ന പാർട്ടിയുടെ സെക്രട്ടറി. എന്നാൽ കോടിയേരിയെ നിർദ്ദയം പിണറായി ഒഴിവാക്കിയെന്ന് തോന്നൽ ആ കുടുംബത്തിനുള്ളിലുണ്ട്. ബിനോയ് കോടിയേരിയുമായി ഉയർന്ന വിവാദങ്ങൾ, പിന്നീട് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെ പിണറായി വിജയനും കൂട്ടരും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ അകറ്റി നിർത്താൻ കാരണങ്ങളാക്കി. ഏറെ ഹൃദയവേദനയോടെയാണ് 2022 കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും കോടിയേരിയിലൂടെ യാഥാർത്ഥ്യമാക്കി. കോടിയേരിയുടെ മരണത്തിന് ശേഷം പാർട്ടി തങ്ങളോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് വിനോദിനി ചില സൂചനകൾ നൽകി. അതിന് തൊട്ടുപിന്നാലെ കേവലം 1 വർഷത്തിനുള്ളിൽ വിനോദിനി കോടിയേരിയുടെ ഉറ്റ ബന്ധു അറസ്റ്റിലായി എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരനും യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ SR വിനയകുമാർ 2023 ഒക്ടോബറിൽ തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന ചീട്ടുകളി കേസിൽ അറസ്റ്റിലാകുന്നു. പോലീസ് റെയ്ഡിൽ 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം 5.5 ലക്ഷം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ കൃത്യമായ ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നു. റെയ്ഡ് നടന്നത് ട്രിവാൻഡ്രം ക്ലബിലെ ഒരു കോട്ടേജിൽ. സാധാരണ പ്രൈവറ്റ് മുറികളിൽ കയറി അങ്ങനെ പോലീസ് പരിശോധന നടത്താറില്ല. കൃത്യമാർന്ന ഇൻഫർമേഷനോടെയാണ് പോലീസ് അവിടെ എത്തിച്ചേർന്നത്. വിനോദിനി ബാലകൃഷ്ണനെയും കുടുംബത്തെയും ഒതുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ റെയ്ഡിനും അറസ്റ്റിനും പിന്നിൽ. കോടിയേരി ബാലകൃഷ്ണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിനോദിനി നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കോടിയേരിയുടെ അവസാന ആഗ്രഹങ്ങളോടും മരണാനന്തര ക്രമീകരണങ്ങളോടും ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം
ആവശ്യമായ പരിഗണന നൽകിയില്ല എന്ന വിമർശനമുയർന്നു. ഇത് പാർട്ടിയിൽ തന്റെ പ്രതിച്ഛായയ്ക്ക് ദോഷമാകും എന്ന് പിണറായി വിജയനും ബോധ്യപ്പെട്ടു. ബിനോയ് കോടിയേരിക്കെതിരായ കേസ് പിന്നീട് സെറ്റിലാക്കപ്പെട്ടു. ബിനീഷ് കോടിയേരിക്കെതിരായ കേസും പിന്നീട് ദുർബലമായി. അപ്പോഴൊന്നും പാർട്ടി അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല. 2016 അന്ന് പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ അവതാരങ്ങളെ മാറ്റി നിർത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഉണ്ട് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു. അതിനോടും പിണറായി പ്രതികരിച്ചിരുന്നില്ല. പിണറായി വിജയന്റെ ഭാര്യ കമലയ്ക്ക് വിനോദിനെ അത്ര ഇഷ്ടമായിരുന്നില്ല എന്നാണ് പാർട്ടിക്കാർക്കിടയിലെ രഹസ്യഭാഷണം. അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ വലിയ ഈഗോ വളർന്നു. പച്ചക്കുതിര മാസികയിൽ വിനോദിനി പലതും തുറന്നടിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർവാധികാരിയായി വാഴുന്ന ഒരു പ്രമുഖ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെയാണ് വിനോദിനി ഏറ്റവും കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താൻ പലവട്ടം ആവശ്യാനുസരണം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഈ നേതാവ് ഫോൺ എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. MV ഗോവിന്ദനെതിരെയാണ് വിനോദിനി ഉന്നം വെച്ചിരിക്കുന്നത്. സ്വാധീനം ഉപയോഗിച്ച് വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനാണ് വിളിക്കുന്നത് എന്ന് കരുതിയാണോ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് എന്ന് വിനോദിനി ചോദിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞ് 4 വർഷം തികയുമ്പോൾ ഒരിക്കൽ പോലും ഈ കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നിലവിലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായിട്ടില്ല എന്ന് നടുക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിനോദിനി ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും പിണറായി വിജയനോടും വലിയ കലിപ്പ് വിനോദിനിക്കുണ്ട്. സ്വന്തം പോക്കറ്റിലിരിക്കുന്ന ഫോണെടുത്ത് ഒരു സഖാവിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഈ കോർപ്പറേറ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് എന്ന തലത്തിലേക്ക് ചർച്ചകൾ എത്തുന്നു. തങ്ങൾ ഒരാവശ്യങ്ങൾക്കും ശുപാർശകൾക്കും വേണ്ടി ആരുടെയും പിന്നാലെ പോകുന്നവരല്ല എന്നാണ് വിനോദിനി പറഞ്ഞത്. സാധാരണക്കാരായ അണികളല്ല, മറിച്ച് വലിയ വലിയ നേതാക്കളാണ് തങ്ങളെ ചതിച്ചത് എന്ന് വിനോദിനി തുറന്നു പറയുന്നു. മുൻപ് പാർട്ടിയിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കോടിയേരിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടി മുന്നിലുണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞെട്ടിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡ്. ഈ റെയ്ഡിൽ ആദ്യം പിണറായിയെ രക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവിടെ എത്തിയത് ബിനീഷ് കോടിയേരിയാണ്. പിന്നീട് പാർട്ടി പ്രവർത്തകരെ അവിടേക്ക് വിളിച്ചു ചേർക്കുന്നതിലും ബിനീഷ് മുൻകൈയെടുത്തു. ഒടുവിൽ ബിനീഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു പിണറായിക്ക്. പിണറായി വിജയൻ മുൻകൈയെടുത്താണ് പാർട്ടി അംഗത്വം ബിനീഷിന് കൊടുത്തത്. എന്നാൽ മകനെ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുത്തതുകൊണ്ട് മാത്രം ഈ കുടുംബം അനുഭവിച്ച വേദനകൾക്ക് പകരമാകില്ല എന്ന് വിനോദിനിയുടെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മകന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനമല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു ജനകീയ നേതാവിനോടും അദ്ദേഹത്തിന്റെ ഉറ്റവരോടും പാർട്ടി കാട്ടിയ മനുഷ്യത്വപരമായ സമീപനമാണ് തന്നെ വേദനിപ്പിച്ചത് എന്ന് വിനോദിനി തുറന്നടിക്കുന്നു. ഒരു ഉപകാര സ്മരണ പോലുമില്ലാതെ കറിവേപ്പില പോലെ ഒരു കുടുംബത്തെ വലിച്ചെറിയുന്നു. CPM ഉന്നത നേതാക്കൾ കാണിച്ച ഈ നെറുകേട് തുറന്നു പറയുകയാണ് വിനോദിനി. തങ്ങൾ നേരിട്ടത് ക്രൂരമായ അവഗണനയാണ് എന്ന് വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നു. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാണ് പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറയുന്നത്. കോടിയേരി വിട്ടുപോയതിനു ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെയാണോ, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പോലും ആരും പറഞ്ഞില്ല. സാധാരണ നേതാക്കളെക്കുറിച്ചല്ല താൻ പറയുന്നത്, വലിയ ചില നേതാക്കളെക്കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സുഖദുഃഖം പങ്കിടുകയും ചെയ്യണമെന്നില്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്നും സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത ഒരു കാലമായി ഇത് മാറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. ചുരുക്കത്തിൽ CPM എന്ന പാർട്ടി ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ കൃത്യതയോടെ വിനോദിനി വിശദീകരിക്കുന്നു. മറുവശത്ത് കോടിയേരിയുടെ കുടുംബത്തെ വേട്ടയാടിയ പിണറായി വിജയന് അതിനുള്ള മറുപടിയും ലഭിക്കുന്നു. MV ഗോവിന്ദന്റെ തനി നിറമാണ് വിനോദിനി ഇവിടെ വലിച്ചു കീറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.